ലോക്സഭയിലെ നന്ദി പ്രമേയ ചർച്ചയിൽ പ്രധാനമന്ത്രിയുടെ മറുപടി പ്രസംഗം ഇന്നുണ്ടാകില്ല. ലോക്സഭ നാളെ വരെ പിരിഞ്ഞു. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഏകപക്ഷീയമായി പ്രഖ്യാപിച്ച ഇന്ത്യ അമേരിക്ക വ്യാപാര കരാറിൽ സഭയിൽ ഇന്നും ശക്തമായ പ്രതിഷേധമാണ് ഉണ്ടായത്. പാർലമെന്റിന്റെ ഇരുസഭകളിലും കേന്ദ്ര വാണിജ്യമന്ത്രി പീയൂഷ് ഗോയൽ ഇന്ന് പ്രസ്താവന നടത്തിയെങ്കിലും പ്രതിപക്ഷത്തിന്റെ ചോദ്യങ്ങളിൽ വ്യക്തത വരുത്താനായില്ല. भारतीय पक्ष अपने संवेदनशील क्षेत्रों विशेषकर कृषि और दुग्ध क्षेत्रों के हितों की रक्षा सुनिश्चित करने में सफल रहा है. ഇന്നലെ മാധ്യമങ്ങളോട് സംസാരിച്ചതിലപ്പുറം മന്ത്രിയുടെ പാർലമെന്റിലെ പ്രസ്താവനയിൽ ഒന്നുമില്ല എന്നാണ് പ്രതിപക്ഷത്തിന്റെ വിമർശനം. ഇക്കാര്യം ചൂണ്ടിക്കാട്ടി ഇരുസഭകളിലും പ്രതിപക്ഷം പ്രതിഷേധമുയർത്തി. ലോക്സഭയിൽ ഇന്നും ചേർന്ന് നേരെ പേപ്പറുകൾ കീറിയെറിഞ്ഞ് പ്രതിപക്ഷം പ്രതിഷേധിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇപ്പോൾ ആഭ്യന്തരമന്ത്രി അമിത്ഷായുമായി കൂടിക്കാഴ്ച നടത്തുകയാണ്. ബൽറാം നെടുങ്ങാടിയുണ്ട് ഇപ്പോൾ ഡൽഹിയിൽ നിന്ന്. ബൽറാം, ഈ പീയൂഷ് ഗോയലിന്റെ മറുപടിയൊന്നും പ്രതിപക്ഷത്തെ തൃപ്തിപ്പെടുത്തുന്നില്ല. ചർച്ചകൾ നടക്കുന്നുണ്ടല്ലോ ഭരണപക്ഷത്ത്. എന്തായിരിക്കും ഇനിയുള്ള നീക്കം? ഉന്മേഷ്, മുൻപൊരിക്കലും കാണാത്ത തരത്തിലുള്ള ഒരു പ്രതിസന്ധി പാർലമെന്റിൽ ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. കാരണം രാഷ്ട്രപതിയുടെ നയപ്രഖ്യാപന പ്രസംഗത്തിന്മേൽ ഉള്ള നന്ദി പ്രമേയ ചർച്ചയ്ക്കുള്ള പ്രധാനമന്ത്രിയുടെ മറുപടി അത് ഇന്ന് നടത്താൻ കഴിയാത്ത സാഹചര്യമുണ്ടായിരിക്കുന്നു. പ്രതിപക്ഷ പ്രതിഷേധത്തെ തുടർന്ന് പ്രതിപക്ഷം വീണ്ടും സമ്മേളിച്ച ഘട്ടത്തിൽ 5 മണിക്ക് പ്രധാനമന്ത്രിയുടെ പ്രസംഗം ഉണ്ടാകുമെന്നായിരുന്നു നേരത്തെ നിശ്ചയിച്ചിരുന്നത്. എന്നാൽ വീണ്ടും 5 മണിക്ക് സമ്മേളിച്ച ഘട്ടത്തിലും പ്രതിപക്ഷം പ്രതിഷേധം തുടരുകയായിരുന്നു. അതിനിടെ 2 ഘട്ടങ്ങളിലായി ഉന്നതതലത്തിൽ ഈ പ്രതിസന്ധി എങ്ങനെ പരിഹരിക്കാം എന്നത് സംബന്ധിച്ച് ചർച്ചകൾ നടന്നിരുന്നു. ലോക്സഭാ സ്പീക്കർ ഓം ബിർളയുമായി ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഉച്ചയോടെ ചർച്ചകൾ നടത്തി. തുടർന്നാണ് വീണ്ടും 5 മണിക്ക് പ്രധാനമന്ത്രിയുടെ പ്രസംഗം ഉണ്ടാകുമെന്നുള്ള സ്ഥിരീകരണങ്ങൾ പുറത്തു വന്നത്. പിന്നീട് പ്രതിപക്ഷം പ്രതിഷേധം തുടർന്നു. ഘട്ടത്തിൽ സഭ നാളത്തേക്ക് പിരിയുകയാണ് ഉണ്ടായത്. ഇപ്പോൾ ആഭ്യന്തരമന്ത്രി അമിത്ഷാ പ്രധാനമന്ത്രിയുമായി പാർലമെന്റിൽ വെച്ച് കൂടിക്കാഴ്ച നടത്തുകയാണ്. ഈ തരത്തിൽ തന്നെ പ്രതിപക്ഷവുമായി ഉരസലുമായി മുന്നോട്ട് പോയാൽ നാളെയും ഈ പ്രതിഷേധം തുടരുകയും പ്രധാനമന്ത്രിയുടെ പ്രസംഗം അത് നടത്താൻ കഴിയാത്ത ഒരു സാഹചര്യം ഉണ്ടാവുകയും ചെയ്യും. US വ്യാപാര കരാർ എന്ന വിഷയത്തിലുള്ള പ്രതിഷേധത്തോടൊപ്പം തന്നെയാണ് രാഹുൽ ഗാന്ധിയുടെ പ്രസംഗം അത് തടസ്സപ്പെടുത്തിയ സാഹചര്യവും പിന്നീട് രാഹുൽ ഗാന്ധിയെ സംസാരിക്കാനുള്ള അവസരവും നിഷേധിക്കപ്പെട്ടിരുന്നു. ഇതിനോടൊപ്പമാണ് ഇന്ന് നിഷികാന്ത് ദുബെ MP നെഹ്റു കുടുംബത്തിലെ അംഗങ്ങൾക്ക് എതിരായ പരാമർശങ്ങളുള്ള പുസ്തകങ്ങളുമായി സഭയിലെത്തുകയും അത് ഉയർത്തിക്കാണിക്കുകയും ചെയ്തതോടെ പ്രതിപക്ഷത്തെ കൂടുതൽ പ്രകോപിപ്പിച്ചിട്ടുണ്ട്. ഇതെല്ലാം കൊണ്ട് തന്നെ സഭയിൽ പ്രതിഷേധം ശക്തമായി തന്നെ തുടരാനുള്ള തീരുമാനത്തിൽ പ്രതിപക്ഷം ഉറച്ചു നിൽക്കുമ്പോൾ എങ്ങനെ സഭ മുന്നോട്ട് നടത്തിക്കൊണ്ടുപോകാം എന്നുള്ള ഒരു ഉന്നതതല ആലോചനയാണ് ഇപ്പോൾ നടക്കുന്നത്. ശരി ബൽറാം നെടുങ്ങാടിയാണ് വിവരങ്ങൾ നൽകിയത് ഡൽഹിയിൽ നിന്ന്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.